ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്റെ പ്രിയ കൂട്ടുകാരൻ, സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാം ഒരുപാട് സ്ഥാനാർത്ഥികളെ കണ്ടിട്ടുണ്ട്, ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ കണ്ടിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെയും CPM-ന്റെയും കോൺഗ്രസിന്റെയും BJP-യുടെയും ഒക്കെ സ്ഥാനാർത്ഥികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. എല്ലാ സ്ഥാനാർത്ഥികളും ഞാൻ നന്നായി പ്രവർത്തിച്ചോളാം, നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യണം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ അവർക്ക് വോട്ട് ചെയ്തുകൊണ്ടാണ് ഈ റോഡ് വികസിക്കാതെ പോയത്, ഈ റോഡ് ഇന്നലെ കുണ്ടും കുഴിയുമായി പോയത്, ആ സ്കൂൾ നന്നാവാതെ പോയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്ഥാനാർത്ഥികൾ നമ്മളെങ്ങനെ മൂച്ചുമക്കെച്ചു അവര് വിജയിക്കാൻ വേണ്ടി. എന്നാൽ ഒരു സ്ഥാനാർത്ഥി വിജയിച്ചതിൽ ഖേദം പ്രകടിപ്പിക്കുന്നതാണ്, അത് നമുക്ക് കാണാം. അതിനു മുമ്പ് ഷെയ്ഖുന കാന്തപുരം ഉസ്താദിന്റെ അടുക്കലേക്ക് മുസ്ലിം ലീഗിന്റെ കോഴിക്കോട് ജില്ലാ നേതാക്കന്മാർ എത്തിയിരിക്കുകയാണ്. ഷെയ്ഖുന കാന്തപുരം ഉസ്താദിനെ കോഴിക്കോട് ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് MA റസാഖ് മാസ്റ്റർ, വൈസ് പ്രസിഡന്റ് KA ഖാദർ മാസ്റ്റർ, ജനറൽ സെക്രട്ടറി TT ഇസ്മായിൽ, ചാത്തമംഗലം പഞ്ചായത്ത് മുസ്ലിം ലീഗ് ട്രഷറർ KK മുഹമ്മദ്, ലുലുക്കാസ് എന്നിവർ മർക്കസിൽ സന്ദർശിച്ചു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ലയിൽ പ്രത്യേകിച്ചും സംസ്ഥാനത്ത് പൊതുവെയും UDF-ന് ഉജ്ജ്വല വിജയം നേടുന്നതിൽ സഹായിച്ചതിലുള്ള സന്തോഷവും നന്ദിയും അറിയിക്കുന്നതിനായിരുന്നു സന്ദർശനമെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞു. പണ്ടൊക്കെ ഞങ്ങളാണ് വിജയിപ്പിച്ചത്, ഞങ്ങളുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് വിജയിച്ചത് എന്നൊക്കെ പറയുമ്പോ വലിയ പുച്ഛത്തോടു കൂടിയായിരുന്നു മുസ്ലിം ലീഗുകാര് കാന്തപുരം വിഭാഗത്തെ കണ്ടിരുന്നത്. ആഹ്ലാദ പ്രകടനം നടത്തുമ്പോൾ ഷെയ്ഖുന കാന്തപുരം ഉസ്താദിനെ വിളിക്കാത്ത തെറികളില്ല, പറയാത്ത തോന്നിവാസങ്ങളില്ല, പരിഹാസവും പ്രചന്നവേഷവുമായി കുട്ടി ആഘോഷിച്ചത് നാം എല്ലാവരും കണ്ടതാണ്. അതിനൊരു വിരാമമിട്ടുകൊണ്ടാണ് ഇന്ന് മുസ്ലിം ലീഗ് നേതാക്കന്മാര് AP ഉസ്താദിനെ സന്ദർശിച്ചത് എന്ന് കാണുമ്പോൾ വലിയ സന്തോഷാണ്. നമുക്ക് വിജയിച്ച സ്ഥാനാർത്ഥിയിലോട്ട് പോകാം. സാധാരണ എല്ലാ സ്ഥാനാർത്ഥികളും പരാജയപ്പെട്ട് കഴിഞ്ഞാൽ എന്റെ കെട്ടിവെച്ച കാശ് പോയേ, ഭാര്യയുടെ കെട്ടുതാലി വിറ്റിട്ടാണ് കെട്ടിവെച്ച കാശ് കൊടുത്തത്, ഞാനിനി എങ്ങനെ പുറത്തിറങ്ങി നടക്കും എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ വാർഡിൽ നിർത്തിയത്, അതുകൊണ്ടാണ് ഞാൻ പരാജയപ്പെട്ടു പോയത്, അതുകൊണ്ട് ഇതാ പിടിച്ചോ എന്റെ രാജിക്കത്ത് എന്നൊക്കെ പറയുന്നതായിരുന്നു തോറ്റ സ്ഥാനാർത്ഥികളിൽ നിന്ന് കേട്ടിരുന്നതെങ്കിൽ ഒരു സ്ഥാനാർത്ഥി ഇതാ ചരിത്രത്തിൽ ആദ്യമായി വിജയിച്ചതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. ആ സ്ഥാനാർത്ഥിയുടെ ഖേദപ്രകടനവും അതിനുള്ള കാരണവും നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് തന്നെ കേൾക്കാം. അയ്യപ്പ ഭക്തിഗാനത്തിന്റെ പാരഡി ഇറക്കിയത്. ചരിത്രം മാറ്റാൻ ഒരിക്കലും ആവില്ലല്ലോ, പൈസ കൊടുത്തത് ആരപ്പാ, KMCC ആണപ്പാ, മൂരികളാണേ ആണപ്പാ, പൈസ കൊടുത്തത് ആരപ്പാ, KMCC ആണപ്പാ, മൂരികളാണേ ആണപ്പാ, KMCC ആണപ്പാ, ഉറുക്കനെ നായേ ഉസ്മാനെ കേറ്റിയേ, ഉറുക്കനെ നായേ ഉസ്മാനെ കേറ്റിയേ. ആവിയാളുള്ള എന്നടാ മൂപ്പര് രാത്രി 10-11 മണിക്ക് പോണ കണ്ടിണ്. മൂപ്പരെ തല്ലൊന്നും അതേമാതിരി മൂപ്പരെ പിന്നെ പെൺകേസിൽ കൊടുക്കുന്നൊക്കെ പറഞ്ഞോണ്ട് ഭീഷണി പഠിച്ച അങ്ങനെ മൂപ്പര് പോണേ കണ്ടിണ്. മൂപ്പര് ചെയ്ത തെറ്റ് പറഞ്ഞാല് മൂപ്പര് സമസ്തക്കാരനാണ്. അതായത് അവിടെ സ്ഥാനാർത്ഥി
ഞാനും മൂപ്പരായിട്ട് അങ്ങനത്തെ ബന്ധമൊന്നുമില്ല. പിന്നെ 2 സ്ഥാനാർത്ഥി മത്സരിക്കാണല്ലോ, സ്വാഭാവികമായിട്ട് ഞാനും മത്സരിക്കാണ്. അപ്പോൾ മൂപ്പര് ആരോണ്ടൊക്കെ പറഞ്ഞു പിന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്തിന് എന്നുള്ളത്, മൂപ്പരങ്ങനെ ചെയ്തിനോ ഇല്ല എന്നുള്ളത് എനിക്കറിയില്ല. എനിക്ക് സപ്പോർട്ട് ചെയ്തിന് ആരോണ്ടൊക്കെ വോട്ട് എനിക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നുള്ള ആരോപിച്ചാണ്ടാണ് മൂപ്പര് പറഞ്ഞത്. ചിലവർ പറയുന്നുണ്ട് എന്തോ മൂപ്പര് സ്റ്റാറ്റസ് വെച്ചിന് എന്നുള്ളത് പറയുന്നുണ്ട്. എന്താ സത്യാവസ്ഥ എനിക്കറിയില്ല. ഏതായാലും മൂപ്പരെ പണികൾ കളഞ്ഞാണ്. ഒരു ഇന്നലെ രാത്രി 10 മണിയാകുമ്പോൾ പള്ളിക്കന്ന് പോയിന്. എന്താ ചെയ്യാ, ഞാനിപ്പോ എന്താ പറയുക, എനിക്ക് തോന്നിപ്പോയി ഇങ്ങനെയാണെങ്കിൽ ഞാൻ ജയിച്ചേണ്ടില്ല. ഇനി സത്യപ്രതിജ്ഞ 21-ാം തീയതിയാ. ഞാൻ തോറ്റ സ്ഥാനാർത്ഥി പോയാണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ വിട്ടുകൊടുക്കാൻ റെഡിയാണ്. ഈ കോലത്തിലൊക്കെ പാവങ്ങളെ ഇടങ്ങാറാക്കുകയാണെങ്കിൽ സത്യപ്രതിജ്ഞ ഓല് ചെയ്തോട്ടെ. ഇതെത്താ നമുക്ക് ഒരു വാർഡ് മെമ്പർ പറഞ്ഞാൽ ഇത് ഇത്ര വലിയൊരു സംഭവമായിട്ട് ഓൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഓല് ചെയ്തോട്ടെ, എനിക്കിത് വേണമെന്നില്ല. എല്ലാത്തൊരു കഥയിപ്പോ ഇത്. വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, കമ്മിറ്റി ഭാരവാഹികളെ, ചില പ്രത്യേക സാഹചര്യം സന്ദർഭവും അനുസരിച്ച് ഇന്നലെ അവിടുന്ന് പോരേണ്ടി വന്നു. പിരിച്ചുവിട്ടതൊന്നല്ല, ഞാൻ തന്നെ കമ്മിറ്റിയുമായി സംസാരിച്ച് എല്ലാവരോടും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ പോകുന്നത് തന്നെയാണ്. എൻ്റെ കാരണങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ എൻ്റെ പേരും പറഞ്ഞ് ആരും അവിടെ അടികൂടുകയോ ചെറിയ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ അവിടുന്ന് പോന്നിട്ടുണ്ട്. എന്തായാലും ഇൻഷാ അല്ലാഹ് നേരിട്ട് കണ്ടു യാത്ര പറയാനോ ഒന്നും സാധിച്ചിട്ടില്ല. കുട്ടികളോടാണെങ്കിലും രക്ഷിതാക്കളോടാണെങ്കിലും അതിൽ ക്ഷമ ചോദിക്കുകയാണ്. 2 കൊല്ലത്തോളമായി ഞാനവിടെ ജോലി ചെയ്യുന്നു. അൽഹംദുലില്ലാഹ് എല്ലാവരും നല്ല സഹായം സഹകരണം, ഭക്ഷണം കൊണ്ടും മറ്റും സാമ്പത്തികമായിട്ടും എല്ലാം സഹായിച്ചവരാണ്. എല്ലാം എനിക്കറിയാം. അതിനൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഇരു വീട്ടിലും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ഇനിയും ഇത്തരം കാര്യങ്ങളിലൊക്കെ സഹകരിക്കുവാനും സഹായിക്കുവാനൊക്കെ സന്മനസ്സും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി വീണ്ടും കണ്ടുമുട്ടാം. ഒഴിവിനനുസരിച്ചിട്ടൊക്കെ ഇൻഷാ അല്ലാഹ് അവിടെ വരണ്ട്. അപ്പോൾ എനിക്ക് നേരിട്ട് പറയാൻ പറ്റാത്തൊരു വേദനയുണ്ട്. എന്തായാലും രക്ഷിതാക്കൾ എന്നോട് ക്ഷമിക്കണം. എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. നിങ്ങൾ നൽകിയ സഹായങ്ങൾ ഒരിക്കലും മറക്കുകയില്ല. എല്ലാം എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയും ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെയും ഉൾപ്പെടുത്തുമെന്ന് ഇൻഷാ അല്ലാഹ് നിങ്ങളോട് അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യത്തിലും ഖൈർ പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പൊ അതില് കുറച്ച് കാക്കാമാര്, ഈ മുയ്മനില്ലാത്ത കുറച്ച് കാക്കാമാര് വന്നിട്ട് വളരെ നമ്മളെ പ്രകോപിപ്പിക്കുക. ലാത്തയുടെ ക്രിസലി കടിച്ചു വലിക്കടാന്നാ പറഞ്ഞത്. ക്രിസലി എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ മലയാളം, നിങ്ങള് മുയ്മല്ലാത്ത മുറിക്കാക്കന്മാര്, അത് റഷാസുല്ലമി കള്ളപ്പെടുക മുഴുവനും ഇല്ലാത്ത കാക്കമാരല്ലേ? നിനക്ക് മുഴുവനുണ്ടാടാ? നീ എപ്പോഴും നോക്കിയായിരുന്ന? നീ മുഴുവനുമില്ലാത്ത കാക്കന്മാരുടെ കൂട്ടത്തിൽ നിന്നല്ലേ അങ്ങോട്ട് പോയത്? ഇപ്പോഴല്ലേ ഒരു പാർട്ടി ചേർന്നത്. ഈ പാർട്ടി ചേർന്നതിന് ശേഷം ഈ മുഴുവനുമില്ലാത്ത കാക്കമാരാണെങ്കിൽ അവരുടെ പൂർവ്വസ്ഥിതിയിലേക്ക് മാറും. അങ്ങനെ വല്ല അവസ്ഥ ഉണ്ടാ? അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. നീ എന്തായാലും ഒന്ന് പോയി നോക്ക് പൂർവ്വസ്ഥിതിയിലേക്ക് മാറിയിട്ടുണ്ടാകും. ഇനി അതല്ലെങ്കിൽ നീ പാർട്ടി ചേരുന്നതിന് മുമ്പ് തന്നെ കാക്കന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടായ സമയത്ത് എല്ലാവരും ചെയ്ത പോലെ എല്ലാവർക്കും നിന്നെ ചെയ്ത്. ഈ പെൻസിലെത്തുന്ന കട്ടറില്ലേ, അത് ചിലപ്പോൾ കൂർപ്പിച്ചാണ്, ചിലപ്പോൾ ചെത്തിയിട്ടുണ്ടാകത്തില്ല. റഷാസുല്ലമി, ഈ മുഴുവനുമില്ലാത്ത കാക്കമാരെന്ന് ഏതെങ്കിലുമൊക്കെ പാർട്ടിക്കാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നീ പറയുമ്പോൾ നീ വീട്ടിൽ ചെന്ന് നിനക്ക് ജന്മം തന്ന ആളുകളെയൊക്കെ ആ പരമ്പര മുഴുവൻ നോക്കുക. ഈ പറയപ്പെട്ട ആളുകൾ മുഴുവനും ഈ പറയപ്പെട്ട നീ പറഞ്ഞ ആ വാക്കില്ലേ, ഈ മുഴുവനുമില്ലാത്ത കാക്കമാർ, അതായിരിക്കും. അപ്പം ആദ്യം അവരെയൊക്കെ നീ പരിശോധിക്കും. നീ പാർട്ടി ചേർന്നതിന് ശേഷം എന്തെങ്കിലും ഒരു മാറ്റം ആ മുഴുവനുമില്ലാത്തതിനുണ്ടോ എന്ന് നീ ഒന്ന് നോക്ക്. ചിലപ്പോൾ നോക്കിയാൽ ചിലപ്പോൾ കാണാൻ പറ്റും. പൂർവ്വസ്ഥിതിയിലേക്ക് മാറിയിട്ടുണ്ടാകും. നീ ബാക്കി പറഞ്ഞിട്ട് ഞാൻ പറയാം. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.